ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന ഉടനെ കഴിച്ചു. ജിമ്മിൽ പോയിട്ട് വന്നിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിലൊരു മാങ്ങയും കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡിയായി ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വരികയാണ് ഇപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞു. എനിക്ക് ചോറ് കഴിക്കാനായിട്ട് അങ്ങനെ വിശന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കിവി എടുത്ത് കഴിച്ചു. പിന്നെ അതിനേശം നമ്മുടെ ബില്ലിനെ ലാസിനെ കഴിച്ച് ഇട്ടേക്കാണ്. വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. അന്നേരം തന്നെ കുറച്ചൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ഇന്ന് പുറത്ത് പോയി. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന വഴിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തന്നെ കയറിയതാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വേണമെന്ന്. ഞാൻ വേണ്ട, എനിക്ക് ഷുഗർ കട്ടാണ്, ഞാൻ ഐസ്ക്രീം തൊടത്തില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗായിരുന്നു. പക്ഷേ ഞാനാ പറഞ്ഞതിന് ഒറ്റ മിനിറ്റ് പോലും ഐസ് ഉണ്ടായിരുന്നില്ല. ഉണ്ണിക്കുട്ടൻ അവന് വേണ്ടിയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്തും കൈയിടാൻ പോയി. ഞാൻ പറഞ്ഞില്ല ഇതിന് വലിയ ഐസ് ഒന്നും കാണത്തില്ല. ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് ഐസ്ക്രീം മേടിച്ചോട്ടെ ഞാൻ എൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. ഇനിയുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനാണ് ഇപ്പൊ നിന്ന് ഐസ്ക്രീം നിന്ന് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ എന്റെ കൺട്രോൾ ഇട്ടോ കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാൻ കണ്ടത് എന്റെ ഡ്രസ്സിൽ പോലെ ഐസ്ക്രീം വീണെന്നുള്ള കാര്യം. അതൊന്നും ഞാൻ അന്നേരം ശ്രദ്ധിച്ചു ഉണ്ടായിരുന്നില്ല. കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ.